സിറ്റിസൺഷിപ്പ് നിയമങ്ങൾ ഭേദഗതി ചെയ്ത കാനഡ. ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് പുതിയ നിയമം. ഇതനുസരിച്ച് വിദേശത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ കനേഡിയൻ രക്ഷിതാക്കൾക്ക് ബിൽ പ്രാബല്യത്തിൽ വരുന്ന തീയതിയിലോ അതിനുശേഷമോ കാനഡയ്ക്ക് പുറത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ തങ്ങളുടെ കുട്ടിക്ക് പൗരത്വം നൽകാൻ കഴിയും. വിദേശത്ത് ജനിക്കുകയോ ദത്തെടുക്കുകയോ ചെയ്ത കുട്ടികൾക്കും ഇന്ത്യൻ വംശജരായ കുട്ടികൾക്കും ഗുണകരമാകും. പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ C-3 കഴിഞ്ഞ ബുധനാഴ്ച സെനറ്റിൽ പാസാക്കി. ഇതോടെ പൗരത്വ നിയമം കൂടുതൽ ലളിതമാകും. കാനഡയുടെ പൗരത്വ നിയമങ്ങളിലെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബില്ലെന്ന് കാനഡ ഇമിഗ്രേഷൻ മന്ത്രി ലെന മെറ്റ്ലെജ്-ഡയസ് പറഞ്ഞു. പഴയ നിയന്ത്രണങ്ങൾ കാരണം പൗരത്വം ലഭിക്കാതെ പോയവർക്ക് ബിൽ C-3 പ്രകാരം പൗരത്വം ലഭിക്കും. പുതിയ വ്യവസ്ഥ പ്രകാരം വിദേശത്ത് ജനിച്ച ഒരു കനേഡിയൻ രക്ഷിതാവിനെ കുട്ടിയുടെ ജനനത്തിനോ ദത്തെടുക്കലിനോ മുൻപ് കുറഞ്ഞത് 1095 ദിവസമെങ്കിലും കാനഡയിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കും കനേഡിയൻ പൗരത്വം ലഭിക്കും. 2009 അവതരിപ്പിച്ച ബിൽ പ്രകാരം കാനഡയ്ക്ക് പുറത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കാനഡയിൽ ജനിച്ചവരാകണമായിരുന്നു. എന്നാൽ മാത്രമേ വംശാവലി അനുസരിച്ച് പൗരത്വം ലഭിക്കുമായിരുന്നുള്ളൂ. അതായത് 2009 നിയമം അനുസരിച്ച് കനേഡിയൻ മാതാപിതാക്കൾ വിദേശത്ത് ജനിച്ചവരാണെങ്കിൽ അവരുടെ വിദേശത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേവ കനേഡിയൻ പൗരന്മാരാകാൻ കഴിയില്ല എന്നതായിരുന്നു വ്യവസ്ഥ. US, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരത്വ രീതികളുമായി സാമ്യമുള്ളതാണ് പുതിയ കനേഡിയൻ ബിൽ. 2023 ഡിസംബറിൽ ഒന്റാറിയോ സുപ്പീരിയർ കോടതി ഈ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചു. തുടർന്ന് ഫെഡറൽ സർക്കാർ തീരുമാനം അംഗീകരിക്കുകയും വിധിക്കെതിരെ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.